നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രമല്ല അവിടെയുള്ള സ്റ്റേജ് മൈക്ക് ജോലിക്കാർ വരെ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം സംഘാടകരുടെ മിക്കിട്ട് കയറുന്നതും മൈക്കിനെതിരെ കേസെടുത്തതും കറുപ്പിട്ട് വന്നവരെ ഓടിച്ചതുമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതിനെ ന്യായീകരിക്കാൻ സൈബർ സഖാക്കൾ ഉണ്ട് താനും. ഇതുവരെയുള്ള സംഭവങ്ങളിൽ സംഘാടകരുടെ മിക്കിട്ട് കയറുന്നതായിരുന്നു പിണറായിയുടെ പതിവെങ്കിൽ ഇന്നലെ അത് മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു. പാലം ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്യാൻ ദൃശ്യമാധ്യമങ്ങൾ എത്താത്തതിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പിണറായി വേങ്ങാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീഴത്തൂർ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മാധ്യമങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. അഞ്ചരക്കണ്ടി ചെറിയ വളപ്പിലെ കേരള സയൻസ് പാർക്ക് IT പാർക്ക് ഉദ്ഘാടന പരിപാടിയിലും മുഖ്യധാര മാധ്യമങ്ങൾ വന്നില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ തമസ്കരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചാരണം ഉറപ്പുവരുത്തണമെന്നും പിണറായി പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ മുഖ്യധാര മാധ്യമങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് പിണറായി കുറ്റപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ മാധ്യമ ക്യാമറകളുടെ കുറവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇവിടെ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകൾ കാണുന്നത് ചില സാമൂഹ്യ മാധ്യമങ്ങളുടെ ക്യാമറകൾ മാത്രമാണ്. ഇന്ന് താൻ പങ്കെടുത്ത 2 പരിപാടിയിലും ഇതേ അവസ്ഥയായിരുന്നു. നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ ജനം അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങളാണ് ഇതിന് പിന്നിൽ. വാർത്തകൾ നൽകിയാൽ തന്നെ അവയെ വക്രീകരിക്കാനാണ് ഇവരുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന വികസന വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്രവർത്തകർ കൂടുതൽ സജീവമാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിലെ അന്വേഷണം നടത്തുന്നത് പ്രത്യേക സംഘമാണ്, നിഷ്പക്ഷ സംഘമല്ല അന്വേഷണം നടത്തുന്നതെന്ന് ചിലർ പ്രചരിപ്പിച്ചു. അവർക്കെല്ലാം ഹൈക്കോടതിയിൽ നിന്ന് കണ്ണടച്ച് അടികിട്ടി. ഹൈക്കോടതി പറഞ്ഞു രാജ്യത്തെ മികച്ച ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചത്. എന്നാൽ അത് വാർത്തയായില്ല. ഈ കേസിൽ മാത്രമല്ല എല്ലാ കേസിലും പോലീസ് ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് പോലീസ് നോക്കുന്നതെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. നാഴികയ്ക്ക് 40 വട്ടവും കേരളത്തിലെ മാധ്യമങ്ങളെ കുറ്റം പറയുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഈ സർക്കാരും കാണിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലാണ് അവർ കുറ്റം കാണുന്നത്. മാധ്യമങ്ങളെ സ്ഥിരം കുറ്റം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾ ചെറ്റത്തരം കാണിക്കുന്നുവെന്നവരെ പറഞ്ഞ ആളാണ്. നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചില ചെറ്റത്തരമുണ്ട്, അതിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത്? മാധ്യമങ്ങളല്ലേ സ്വയം വിമർശനം നടത്തേണ്ടത് എന്നായിരുന്നു 2024 ഒരു ചാനലിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കടക്കപ്പുറത്ത് പറഞ്ഞതുൾപ്പെടെ പിണറായി മറന്നെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരും മാധ്യമങ്ങളും അത് മറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ കോട്ടയത്ത് നടന്ന KSTA സംസ്ഥാന സമ്മേളനത്തിലും മുഖ്യമന്ത്രി പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രസംഗത്തിനിടെ പുറത്തുയർന്ന ചെണ്ടമേളമായിരുന്നു മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഏത് പരിപാടിയുടെ ഭാഗമായിട്ടുള്ള മേളമാണിപ്പോൾ നടക്കുന്നതെന്നായിരുന്നു പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി മൈക്കിലൂടെ ചോദിച്ചത്. നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കരുതെന്ന മട്ടിലാണ് സ്വന്തം സംഘടനയിലെ ചിലർ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. പരിപാടിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ചെണ്ടകൊട്ടാണോ ഇതെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. ആദ്യം പുറത്തു നിന്നുള്ള ഏതെങ്കിലും പ്രകടനക്കാരോ ജാഥക്കാരോ ആണ് ബഹളം വെക്കുന്നതെന്നാണ് താൻ കരുതിയത്. എന്നാൽ സംഘാടകരുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണ് ചെണ്ട കൊട്ടുന്നതെന്നാണ് മനസ്സിലായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു.